And break down neutral. Here around. It's moving down. അപ്പുറം ബാക്ക് സൈഡിൽ അപ്പുറത്തെ സൈഡിൽ പോകണം നമുക്ക്. അപ്പോൾ എങ്ങനെ ടേൺ ചെയ്യേണ്ടത്? സ്ലോലി. ഓക്കെ, ഫ്രണ്ട്. പിന്നെ തിരിക്കണ്ടേ? ഇത് ഇവിടെ എത്തിയിരിക്കുന്നു. Again you have to try. Again yes. Go forward. നീ തട്ടിപ്പോ തട്ടിയാ? ആ, കുറച്ച് ഇങ്ങനെ ആക്കാം. എന്നിട്ട് കുറച്ചുകൂടെ വളക്കണം. ആ, ആ, ഈ സൈഡ് നോക്കുക. ഷാമ്പൽ എവിടെയാ? ആ, ഫ്രണ്ട് നോക്കണം. അപ്പം ഫ്രണ്ട് തട്ടാൻ സാധ്യത. തട്ടൂലേ? ആ, തട്ടിയാ? അപ്പൊ ഇങ്ങോട്ടാക്കുക. തിരിക്കറാ? തിരി. ആ, പോരെ? മതി. ഇനി നോക്കുക അവിടെ ബാക്ക്. എങ്ങോട്ട് വരണം? ആ, അപ്പൊ ഇങ്ങോട്ടല്ലേ തിരിക്കണ്ട സ്റ്റിയറിങ്? ഇങ്ങോട്ട്. ആ, ബാക്കിന് ഇങ്ങോട്ടാക്കണം. ആ, റിവേഴ്സിലാക്കുമ്പോൾ എങ്ങോട്ട് സ്റ്റിയറിങ് തിരിക്കുക? ബാക്ക് നമുക്ക് ഇപ്പുറം വരണം, ലെഫ്റ്റിലേക്ക്. അപ്പോൾ സ്റ്റിയറിങ് ലെഫ്റ്റിലേക്ക് തിരി. ഫ്രണ്ട് നോക്കുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? അധികം തിരിക്കണ്ട. ഇപ്പുറം നോക്കണേ. സ്ഥലമില്ലേ? കുറേ സ്ഥലമില്ലേ ഇപ്പം? അപ്പം എനിക്ക് വേണ്ട. പതുക്കെ ഒരു പോയിന്റ് പൊട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ പോയിക്കോളൂ. ഇങ്ങോട്ട് വരൂ. നീ അതേപോലെ തന്നെ ഇങ്ങനെ പോയി നോക്കിയാൽ നീ ഈ സൈഡ് നോക്കിക്കോ. വ്യത്യാസം. ആ, ഇങ്ങോട്ട് സ്റ്റിയറിങ് ഇങ്ങോട്ട്. ആ, കുറച്ച് പതുക്കെ. തട്ടുന്നുണ്ടോ? തട്ടുന്നുണ്ടാവില്ലേ? ചെറുങ്ങനെ വെക്കും. ആ, ടയറിങ്ങനെ ആയാലും കുറച്ച് ഒരേ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടോളം പോകും. അന്ന് പോട്ട് മുന്നോട്ടോട്ട്. കുറേ പൊട്ടിപ്പുറം. ആ, എന്നിട്ട് നേരെയാക്ക്. ഇനി നേരെയാക്ക്. ആ, പോരെ? ഇനി റിവേഴ്സ് എടുത്ത് നോക്കിയേ. കുറേ ഗ്യാപ്പ് കിട്ടിയില്ലേ? ഇനി തിരിക്ക്. റിവേഴ്സ് തിരിക്കണോ? പതുക്കെ അങ്ങോട്ടല്ല. ആ, അങ്ങോട്ട്. ആ, റിവേഴ്സ്. ആ, കാരണം ഇപ്പുറം കണ്ട കുറേ സ്ഥലം കണ്ട. അപ്പോൾ മാക്സിമം അധികം തിരക്കില്ല. ഒരു ചെറിയ പോയിന്റിലാണ് തിരിക്കണ്ട. അപ്പോൾ ഒരു അടുത്തോട്ട് പോകണമെന്ന്. ഇവിടെ കൂടി വരും. അവിടെ എത്ര ഗ്യാപ്പുണ്ട്? ഈ ഗ്യാപ്പില്ല. ഈ ഗ്യാപ്പ് നമുക്കവിടെ ഇല്ലേ? ഇല്ല. അപ്പോൾ അവിടെ വളവുള്ളതുകൊണ്ടല്ലേ? അപ്പോൾ നല്ലോണം ഈ സൈഡിലേക്ക് മുന്നോട്ട് ഒന്നും വേണ്ട, ഇങ്ങോട്ട് പോയാൽ മതി. ആ, അവിടെ തിരികെ. ആ, പോകുമ്പോൾ തന്നെ നീ കുറച്ച് വണ്ടി ഇപ്പുറം ആക്കണം. ആ, ഇങ്ങോട്ടാക്ക്. ആ, വേണ്ട, ഇങ്ങോട്ടാക്ക്. ആയിട്ടില്ലേ? വീണിട്ടില്ല. ഇനി ഇങ്ങോട്ടാക്ക്.
കുറച്ചുകൂടെ മതി. ഇനി വെച്ച് ഇനി ബാക്ക് നോക്കി സൈഡ് നോക്ക്. ഗ്യാപ്പ് കുറഞ്ഞില്ലേ? ഇനി കുറച്ച് ഇപ്പുറം പിടിക്കും. ആ അതെ, പതുക്കെ പതുക്കെ കുറച്ചൊരു പൊടിക്ക്. അങ്ങോട്ടൊക്കെ അങ്ങല്ലേ പോയിനി, നമുക്ക് ഇങ്ങോട്ടല്ലേ വരുത്തണ്ടേ? അതെന്താ മറന്നു വന്നു? അറിഞ്ഞൂടുന്ന ലെഫ്റ്റ് ബാക്ക് അധികം പോകില്ല. അപ്പോൾ റൈറ്റിലേക്കാണ് പോവുക. ഓക്കെ, ഇപ്പോൾ സ്റ്റിയറിംഗ് ഇപ്പോൾ സ്ട്രെയിറ്റ് അല്ലല്ലോ, അല്ല വളഞ്ഞല്ലേ ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇങ്ങനെ തിരിഞ്ഞിട്ടേ അത് ഇങ്ങനെ ആക്കണ്ടേ? അപ്പോൾ എങ്ങോട്ട് തിരിക്കണം? വിട്ടാക്ക്. ആ അപ്പം ഇങ്ങോട്ടേക്ക് തിരി പൊട്ട്. ഗ്യാപ്പ് ഇടുന്നുണ്ടോ? കുറച്ചും കൂടെ കുറത്തിരി. കുറഞ്ഞില്ലേ ഗ്യാപ്പ്? ആ ഫ്രണ്ട് നോക്കണേ, സ്ഥലമില്ല. അപ്പം അതിൽ തിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. എന്തേ എവിടെ തൊട്ട്? അതെന്താ? തിരിച്ചു നോക്ക്. ഇനിയും തിരിക്കണോ? കുറച്ചും കൂടി. ആ പൊടി, ഓരോ പൊടിക്ക് പൊടി ഫ്രണ്ട് തട്ടാതെ രീതിയിലാണ് തിരിക്കണ്ടേ. എന്തേ എവിടം വരെ പോകും നോക്ക്. എന്താ ഇന്ന് തട്ട് മുന്നോട്ടോ, ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ എടുക്ക്. നല്ലോണം തിരി ഇങ്ങോട്ട്, എന്നിട്ട് അങ്ങോട്ട് എടുക്ക്. നല്ലോണം തിരി. ആ ഇപ്പം നോക്കിയേ, സ്ഥലമല്ലേ? ഇനി എന്നാ ചെയ്യാം? ഇനി വേണ്ട, മുന്നോട്ട് ഇനി പോകണ്ട. ഓക്കെ, സ്റ്റിയറിംഗ് എപ്പം തന്നെ തിരിക്കണോ? വേഗം തിരിക്കണോ? അല്ല പിന്നെ അതേപോലത്തെ നേരത്തെ അതേ പൊസിഷനിലെത്തിപ്പോവും. ഇപ്പം നോക്ക്, ഇവിടെ സ്ഥലമുണ്ട്, ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അതേപോലെ തന്നെ അപ്പുറം ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ നോക്കി. ഓക്കെ തിരി. ഫ്രണ്ട് നോക്ക്, ഫ്രണ്ട് അധികം തിരിക്കണ്ട. ബാക്കിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇവിടെയും ഗ്യാപ്പില്ലേ? അതാരെ ലെവലിൽ പോട്. സ്ട്രൈറ്റ് അല്ലേ? ഇപ്പം സ്ട്രൈറ്റ് അല്ലേ വണ്ടി? ആ ഇനി വിട്ടോ. എവിടം വരെ പോകാൻ നോക്ക്. മാക്സിമം അങ്ങോട്ട് ഉരുട്ടി വിട്ടേക്കല്ലേ. ഇവിടെ അടുപ്പിക്കറേ, ഇവിടെ കണ്ട അടുക്കുന്നില്ലേ? അപ്പം കുറച്ച് അങ്ങോട്ടാക്കണ്ടേ? ആ കണ്ട എല്ലാവരും ഇപ്പോൾ ഇരിക്കൂലേ? ഇനി സ്ട്രൈറ്റ് ആക്ക്. ഈ ഗ്യാപ്പ് ഇങ്ങനെ തന്നെ വെക്കണം ഒരു ഭാഗത്ത്. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഇങ്ങനെ അതേപോലെ പോകണം. അന്നേരം കറക്റ്റ് ആയിരിക്കും. അപ്പുറം ഇപ്പുറം ഒരേ ഗ്യാപ്പ് കിട്ടും. സ്ട്രൈറ്റ് വെക്കണം. അപ്പോൾ സ്റ്റിയറിങ് തിരിയറ് അങ്ങോട്ട് പോകുന്നു. തിരിയാൻ പോകുന്നില്ലേ? സ്റ്റിയറിങ് തിരിഞ്ഞില്ലേ? അപ്പം പിന്നെ സ്റ്റിയറിങ് ഇങ്ങനെ ആക്കണ്ടേ? ഇപ്പം ഇങ്ങനെ ഉള്ള സ്റ്റിയറിങ്, അതുകൊണ്ടാണ് ഈ വശം എടുക്കുന്നത്. മനസ്സിലായി? ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഉള്ള സ്റ്റിയറിങ്. അപ്പോൾ വണ്ടി എന്താ ഇങ്ങനെ വരും. അപ്പോൾ നിനക്കെന്ത് ചെയ്യേണ്ടത്? ആ സ്റ്റിയറിങ് പതുക്കെ സ്ട്രൈറ്റ് ആക്കണം. നോക്കിയാൽ മതി. ഇത് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇങ്ങോട്ടല്ലേ വരണ്ടേ? ഇനി നല്ല നോക്കത്. അങ്ങനല്ലേ പോകുന്നത്? അപ്പുറം നോക്ക്, അതിൻ്റെ നേരെയല്ലേ പോകുന്നത്. നോക്ക്, അതിൻ്റെ നേരെ പോകരുത്. അപ്പം ഞാൻ തിരി. ആ ഇനി സ്ട്രൈറ്റ് ആക്ക്. അവിടെ സ്ട്രൈറ്റ് ആയാ? ഇനി സ്ട്രൈറ്റ് ആക്ക്. അധികമല്ല. ആ നേരെ. ഇനി ഇതിപ്പോൾ ഇത് കുറേ സ്റ്റിയറിങ് നോക്ക്, തിരിഞ്ഞിരിക്കുമല്ലേ? അപ്പം ഇനി ഇങ്ങനെ സ്ട്രൈറ്റ് ആക്ക്. കറക്റ്റ് അല്ലേ? ഇനി തിരിക്കണ്ട, സ്ട്രൈറ്റിൽ വെച്ചിട്ട് പോകണോ? ഇതിപ്പം സ്ട്രൈറ്റ് ആക്കുന്നതിന് പകരം നീ അങ്ങോട്ടല്ലേ വെച്ചത്? സ്ട്രൈറ്റ് ആക്ക്. ഇത് കാണുന്നില്ലേ ചിഹ്നം? അത് അങ്ങനെ ആകണോ? ആ കറക്റ്റ് അല്ലേ? ചെക്കൻ്റെ അടുത്തെത്തിയില്ലേ? ഇവിടെ നോക്ക്, ഇവിടെ ഗ്യാപ്പ് കൂടുതൽ, അവിടെ കുറവല്ലേ? അവിടെ ഗ്യാപ്പ് കുറവല്ലേ? അതെന്തുകൊണ്ടാണ് സ്ട്രൈറ്റ് ആക്കാത്തത്? എന്നെ ഫ്രണ്ടിൽ പൊട്ട് ആരാട്ടോ? ആ മതി. ഇനി നോക്ക്, ഇനി ബാക്ക് റിവേഴ്സ് ഇട്. ആ ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ നീ വിടാൻ പാടില്ല. ഇതിങ്ങനെ വെക്കുമ്പോൾ അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നീ ടേൺ ചെയ്തതാണ്. ആ ലെവലിലല്ല പിടിക്കേണ്ടത്. അപ്പോൾ പതുക്കെ സ്ട്രൈറ്റ് ആക്കണേനാ. ആ ഉണ്ടാ ആക്കുമ്പോൾ നിനക്ക് തിരിക്കും തന്നെ മനസ്സിലാവണം ബാക്കിൽ എങ്ങനെയാണ് വണ്ടി പോകുന്നത്. പറ്റാ ഗ്യാപ്പില്ലേ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്കേണ്ടി വരും. കുറച്ചൊരു പൊടിക്ക് ഇങ്ങോട്ട് ഇവിടെ കുറവാ. അതാ ഇല്ല, അവിടെ വരെ പോവും. ആ പോവും, സ്ട്രൈറ്റ് അങ്ങനെ തന്നെ പോവും. ഒരേ ലെവലിൽ പിടിക്കുന്നേ ആ വണ്ടീനാ സ്റ്റിയറിങ്. ഓക്കെ, ബാക്കിൽ ഇവിടെയും നോക്കണം. ഈ ഗ്ലാസ്സിൽ
ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടൊന്നുമില്ല. ഇവിടെ വരെ എത്തി. പോട്ട് കുന്നാണ്. ഇറക്കത്ത് പിടിക്കണം. ഹാഫ് ക്ലച്ചിൽ പിടിച്ച് നിർത്തണം വണ്ടി. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നീ ഗിയർ മാറ്റി ഫസ്റ്റിലേക്കാക്ക്. നോക്കട്ടെ ഇനിയിപ്പോൾ എന്താ ഇത്. ചിലപ്പോൾ നീ ക്ലച്ച് ബ്രേക്ക് വിട്ട ഉടനെ വണ്ടി ഉരുണ്ട് പോകും. കാരണം ക്ലച്ച് അമർത്തി കിടക്കും അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? പതുക്കെ ക്ലച്ചും ബ്രേക്ക് ഒരേ ലെവലാക്ക്. അതാണ്. ബ്രേക്ക് ഫുള്ളും വിടണ്ട. ക്ലച്ച് ആ ലെവലിൽ വണ്ടി ഒരു പുഷ് വരും മുന്നിലേക്ക്. പുഷ് വരുന്നുണ്ടോ നോക്ക്. അപ്പം ബ്രേക്ക് വിട്. ഓക്കെ, കറക്റ്റാ? ഇതാണ് ഹാഫ് ക്ലച്ച്. ഓക്കെ, മനസ്സിലായില്ലേ? ആ, ഇനി ഒന്നുകൂടെ ബാക്കോട്ടോ. മതി വേണ്ട, കുറച്ച് ബാക്കോട്ടോ. ഇറക്കത്ത് ഇതൊന്നും ആദ്യം പഠിക്കൂല ഒരു ഡ്രൈവേഴ്സും. മനസ്സിലായോ? ഇതൊന്നും ആദ്യം പഠിപ്പിക്കൂലായിരുന്നു. ഇറക്കത്തിലേക്ക് ഇപ്പം നീ റിവേഴ്സ് ഗിയർ ഇടാണ്ട് തന്നെ വണ്ടി പോകും. പറഞ്ഞുതരാം. അത് നീ ക്ലച്ച് അമർത്തിയിട്ട് ന്യൂട്രാക്കും. ഇനി ഉരുണ്ട് പോകണമെന്ന് വിചാരിച്ചോ. ബ്രേക്ക് വിട്ട് നോക്കിയാൽ ക്ലച്ച് വിട്ടേ. ക്ലച്ച് ഫുള്ളും വിട്. ബ്രേക്ക് വിടണ്ട. ക്ലച്ച് ഫുള്ളും വിട്ടില്ലേ? വണ്ടി ഒന്നുമില്ലേ? ഇനി ബ്രേക്ക് വിട്ടേ. എന്ത് സംഭവിക്കുന്നത്? ഇനി സ്റ്റിയറിംഗ് നോക്കിക്കൊള്ളേ. ഉരുണ്ട് പോകുന്നില്ല വണ്ടി. ഉരുണ്ട് എവിടം വരെ പോകും നോക്ക്. രണ്ട് സൈഡ് തട്ടാതെ നോക്കണം നീ. ക്ലച്ചെല്ലാം ഒന്നും ഇല്ലല്ലോ. ഇപ്പം ഗിയർ ഇല്ലല്ലോ. ന്യൂട്രൽ എന്ന് വെച്ചാൽ ഫ്രീ ആയി. എല്ലാ ഗിയേഴ്സും ഫ്രീ ആയി. അപ്പോൾ ഇനി നീ ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഉരുണ്ട് പോകും. അങ്ങനെ പൊട്ട് ഉരുണ്ട് എവിടം വരെ പോകും നോക്ക്. സൈഡ് അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണോ ഉരുണ്ട് പോകുമ്പോ? എന്ത് സംഭവിച്ച? അടുപ്പിച്ചാ? ഉരുണ്ട് നല്ല ഇറക്കായില്ലേ? ബാക്കോട്ട് ഉരുണ്ട് വണ്ടി പോവാണ്. അപ്പം എന്ത് നീ ബ്രേക്ക് പിടിച്ച് ഇനി മുന്നോട്ട് എടുക്കണോ? കത്ത്. ഇനി എന്താ ചെയ്യാ? എന്താ പറഞ്ഞത്? പുഷ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് വിട്ടേക്ക്. അധികം ഫുള്ളും വിട്ടേക്കണ്ട. ഇനി ബ്രേക്ക് വിട്ടേ പോയിക്കോളും വണ്ടി. സ്പീഡ് പോകുന്നത് കുറച്ച് ക്ലച്ച് കൊടുത്താൽ മതി. ഇനി ഫുള്ളും ക്ലച്ച് വിടുന്നുണ്ടാണ് അങ്ങനെ പായുന്നത്. റോട്ടിൽ പോലും വണ്ടി എടുത്തില്ല. അതിന് മുമ്പ് ഇത്രയും പഠിച്ചതെന്ന് വെച്ചാൽ സംഭവമാണ് കേട്ടോ. കാതിലും കൊതും പലതും കടിക്കുന്നു. തിരിക്ക്. ഇങ്ങോട്ട് നീ നേരല്ലേ വന്നു? നേരെ വഴി ഉണ്ടായില്ലല്ലോ. നീ നേരത്തെ വന്ന അതേ പൊസിഷനിൽ പോയിട്ട് ഇനി ഒന്നുകൂടെ റിവേഴ്സ് ഇട്. അതില്ല, അത് കുഴപ്പമില്ല. നിനക്ക് ഏകദേശം അറിയാലോ. അപ്പുറത്തെ സ്ഥലം എത്ര വീതിയുണ്ട്. അവിടെ നോക്ക് എത്ര വീതി ഉണ്ടല്ലോ. ഇനി ഓക്കെ. ഇനി നീ അത് അങ്ങോട്ട് തട്ടിക്കില്ല. അങ്ങോട്ട് തട്ടിപ്പോവും. ഇനി ബാക്കോട്ട് എടുക്കുവോ? ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. നോക്കട്ടെ. നീ ഇപ്പൊ പറഞ്ഞു തന്നല്ലോ. വണ്ടി തട്ടിട്ടുണ്ട്. ഇനി അട്ടി ഞാൻ ഇറങ്ങുന്നത്. ഇനിയിപ്പൊ നീ എന്താ ചെയ്യാ? കൊതുവിനല്ല, വണ്ടീനെ. കൊതുവിനെ അടിക്കേണ്ട ഇതിൽ ക്ലച്ചും ബ്രേക്കൊന്നും വിട്ടേക്കല്ലേ. നേരത്തെ എടുത്ത പോലെ പോയിട്ട് ഹാഫ് ക്ലച്ചിൽ നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ. സ്ട്രൈറ്റ് പോ. വണ്ടി പോകുമ്പോൾ അറിയാം സ്ട്രൈറ്റ് ആണോ ഇല്ലേ. ഇപ്പം കറക്റ്റായി. പോട്ടെ. റോട്ടിൽ ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. ലേണേഴ്സ് ലൈസൻസ് ഇന്ധനം പാസ്സായിട്ടേ ഉള്ളൂ. ഇനി റോട്ടിൽ എടുക്കേണ്ടി വരും അതിനു മുമ്പ്. പക്ഷേ ഇതുപോലെയുള്ള ചെറിയ സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാനും ചെറിയ ഗ്യാപ്പിലോട്ട് എടുക്കാനൊക്കെ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുട്ടികൾ. റിവേഴ്സ്, ഹാഫ് ക്ലച്ച്, ഇറക്കത്ത്. ഇപ്പം ഞാനൊരു സഹായം ഇല്ലാതെ താഴോട്ടേക്ക് വന്ന് ഇറക്കുവാണ്. ഹാഫ് ക്ലച്ച് നിർത്തിയിട്ടാണ് അങ്ങോട്ട് എടുക്കുന്നത്.
വെരി ഗുഡ് വെരി ഗുഡ്. നേരെ പോട്ട് പോട്ടെ. ഓക്കെ ഫൈൻ. രാച്ചേ, എൻ്റെ മോൾ വണ്ടി ഓടിക്കുന്നത് കാണണമെങ്കിൽ വേഗം വരൂ. പോരട്ടെ. ഓക്കെ, ഫ്രണ്ട് നോക്കിയാൽ മതി. അങ്ങനെ പതുക്കെ പതുക്കെ വാ. കറക്റ്റ്. അധികം തിരിക്കണ്ടേ. വന്നോ വന്നോ വന്നോ. സ്ട്രെയിറ്റ് വന്നോ, തട്ടൂല. വന്നോ. വെരി ഗുഡ്. കമോൺ കമോൺ, വന്നോ വന്നോ. കറക്റ്റാ, സ്ട്രെയിറ്റ് വെച്ചാൽ മതി. ആ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ്. വേമാ, സ്ട്രെയിറ്റ് വന്നോ. സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ്. മാക്സിമം വാ. ഇത് ലെവലാക്കിയാലേ ഇ വി തരും കേട്ടോ. ഇത് ലെവലാക്കിയാലേ ഇ വി തരുന്നു. ഇ വി വേണ്ടേ? പോട്ട്, മാക്സിമം പോട്ട് പോട്ട്. ആ ഗേറ്റ് ഉണ്ട്, ഗേറ്റ് പോയി എടുക്കാതെ ഞാൻ നോക്കട്ടെ. ആ അതിന് ബ്രേക്ക് ക്ലച്ചും പിടിച്ച് ഇട്ടോ, ഗിയർ മാറ്റിക്കോ. ആ നല്ല ഇറക്കത്തിലുള്ളത്. ആ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും, മനസ്സിലായോ? നിനക്കത് ഓഫായിട്ടില്ല ഇതുവരെ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പോട്ടെ. എത്ര അടുത്തോട്ട് തിരിക്കലൊക്കെ ഓടിപ്പോയി. കുറച്ച് ഒരു പൊടിക്ക് കുറച്ചാൽ മതി. പോയിക്കോ, മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു പൊടിക്ക് കുറച്ചാൽ മതി. പോട്ടെ. ഗുഡ്. അത്രയും തിരിക്കണ്ട. തിരിക്ക്. റൈറ്റ്. ആ സ്ട്രെയിറ്റ് കൊണ്ട് വെച്ചോ. മതി. സ്ട്രെയിറ്റ്. ഇതെന്തിനാ ഇങ്ങനെ തിരിച്ചേ? സ്ട്രെയിറ്റ് ആക്കുക സ്റ്റിയറിങ്. കൂടിപ്പോയില്ലേ? സ്ട്രെയിറ്റ് സ്റ്റിയറിങ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഓഫ് ചെയ്യും. സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഓഫ് ചെയ്യും. ഇല്ല, 2 പ്രാവശ്യം ടേൺ ചെയ്യണം ലെഫ്റ്റ്. ആ കുറച്ച് ബാക്കോട്ട് എടുത്ത് പൈപ്പിൻ്റെ മുകളിലുള്ള റിവേഴ്സ് എടു. കുറച്ചുകൂടെ. ഓക്കെ മതി. ന്യൂട്രൽ ഗ്ലാസ്സെല്ലാം പൂട്ടിക്കും. ഗ്ലാസ് പൂട്ടിയിട്ടില്ല, ബാക്ക് സൈഡൊന്നും പൂട്ടിയിട്ടില്ല.